പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്നേഹനിധികളായ രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, കുടുംബം, ആദരവ്, അഭിമാനം. ഒരു സ്ത്രീയുടെ പങ്ക് എങ്ങനെയാവണം, ഏത് രീതിയിൽ കുടുംബത്തെ സംവിധാനിക്കണം എന്ന കാര്യത്തെക്കുറിച്ച് പരസ്പരം പഠിക്കാനും ചർച്ച ചെയ്യാനുമാണ് ഈ സമയവും സന്ദർഭവും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. നമ്മെ ഈ ലോകത്തേക്ക് നിശ്ചയിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കാതെ തന്നെ ഒട്ടനവധി അനുഗ്രഹങ്ങളും ഒരുപാട് കാരുണ്യവും അല്ലാഹു നമ്മളോട് കാണിച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്ന നമ്മളെ കൂട്ടത്തിലുള്ള പല സഹോദരിമാരും ഒരുപക്ഷെ നിങ്ങളോ നിങ്ങളുടെ മാതാക്കളോ പിതാക്കളോ മറ്റുള്ളവരോട് അഭിമാനത്തോടു കൂടി പറയാറുണ്ട്, എൻ്റെ മകൾക്ക് സ്വപ്നം കണ്ടതിനേക്കാളും നല്ലൊരു ജീവിതമാണ് കിട്ടിയത്. അവളൊന്നും ഗൾഫിലെത്തും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്ക് കിട്ടാത്ത പല ഭാഗ്യങ്ങളും എൻ്റെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് അഭിമാനിക്കുന്നവരാണ് നമ്മളും നമ്മളെ മാതാപിതാക്കളും. എത്രയൊക്കെ അനുഗ്രഹങ്ങൾ നമ്മളെ ജീവിതത്തിലുണ്ടെങ്കിലും ആ അനുഗ്രഹങ്ങളിലെ വിലമതിക്കാനാവാത്ത, പകരം വെക്കാനില്ലാത്ത ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും കൂടാതെ നമുക്ക് പറയാൻ സാധിക്കും, അത് പണമോ സൗന്ദര്യമോ മറ്റുള്ളവരുടെ കണ്ണുകളിൽ അസൂയയുണ്ടാക്കുന്ന നമ്മളുടെ ജീവിതമോ അല്ല, മറിച്ച് മനസ്സമാധാനത്തോടെ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. കാരണം ഇന്ന് പല കുടുംബങ്ങളിലും പണമേയുള്ളൂ, തറവാടിത്തമേയുള്ളൂ. പരസ്പരം വെന്തുകൊണ്ടിരിക്കുന്ന, മനസ്സമാധാനമില്ലാതെ 6 അടി തേക്കിൻ്റെ കട്ടിലിൽ മണിക്കൂറുകളോളം പരാതിയും പരിഭവങ്ങളും സങ്കടങ്ങളുമായി 10ാം ക്ലാസ്സിലും കൂടെ പഠിച്ച ആളുകളുമായി ചാറ്റ് ചെയ്ത് കിടന്നുറങ്ങാനാണ് പല കുടുംബങ്ങളിലും. മാസത്തിൽ ഒരിക്കൽ പോലും സ്വന്തം ഭർത്താവിൻ്റെ ചാരത്ത് കിടന്നുറങ്ങിയിട്ട് പോലും ഒന്ന് നെഞ്ചോട് ചേരാൻ സാധിക്കാത്ത പലരും നമ്മളെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പണമോ സൗകര്യങ്ങളോ സൗന്ദര്യമോ അല്ല സമാധാനം. മനസ്സമാധാനത്തോടുകൂടി കുടുംബത്തിൻ്റെ കൂടെ ജീവിക്കുക, സംതൃപ്തമായൊരു കുടുംബജീവിതം കിട്ടുക എന്നതാണ് ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും അള്ളാഹുവിൻ്റെ അരികിൽ നിന്നും ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം. ആ അനുഗ്രഹം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകണമെങ്കിൽ, ഇന്ന് പലർക്കും ലഭിക്കാത്തതും ലഭിക്കണം എന്നാഗ്രഹിക്കുന്നതും ആ കുടുംബമാണെങ്കിൽ, ആ കുടുംബത്തെ കണ്ടെത്തുക, സംവിധാനിക്കുക എന്ന ഉത്തരവാദിത്വം അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുള്ളത് സ്ത്രീകളെയാണ്, സഹോദരിമാരെയാണ്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു സഹോദരിയെ നേർക്കുനേരെ എൻ്റെ പള്ളിയിൽ വെച്ച് സംസാരിക്കേണ്ടി വന്നു. ഒരുപാട് സങ്കടവുമായി പരാതി പോലെ സങ്കടം പറഞ്ഞ് തീർക്കാൻ വന്നതാ ആ സഹോദരി. 2 ആൺമക്കളും ഒരു പെൺകുട്ടിയുമുള്ള ആ സഹോദരി വന്നത് തരക്കേടില്ലാത്ത തറവാടാണ്, കാണാൻ നല്ല സൗന്ദര്യമുണ്ട്, നാട്ടിലെ പേര് കേട്ട പൈസക്കാരൻ്റെ ഭാര്യയാണ്. ഇതൊക്കെയുണ്ടായിട്ടും പുറമുള്ള ആളുകൾക്ക് മുൻപിൽ ഓള് ഭാഗ്യവതിയ എന്നൊക്കെ മറ്റു പലരും പറയുന്നുണ്ടെങ്കിലും ആ സഹോദരി വന്ന് സംസാരിച്ച സംസാരത്തിൽ ഇങ്ങനെയായിരുന്നു അവളുടെ കുടുംബത്തിലുള്ള സമാധാനക്കേട്. ഭർത്താവ് മറ്റുള്ളവരാൽ അറയ്ക്കുന്ന കാഴ്ചകൾ കാണുന്നതിന് അഡിക്റ്റായ ഒരു മനുഷ്യനാണ്. സ്വന്തം ഭാര്യയോട് ചെയ്യേണ്ടത് അന്യ സ്ത്രീ പുരുഷന്മാർ ചെയ്യുന്നത് കണ്ട് രസിക്കാൻ താല്പര്യമുള്ള ഒരു ബ്ലൂ ഫിലിമിൻ്റെ അഡിക്റ്റാണ് എൻ്റെ ഭർത്താവ്. മറ്റെല്ലാ കാര്യത്തിലും എൻ്റെ ഭർത്താവിന് കുടുംബക്കാർക്കിടയിൽ, ആ സഹോദരി പറഞ്ഞത് അങ്ങനെ തന്നെയാ, എൻ്റെ കുടുംബത്തിലോ ഭർത്താവിൻ്റെ കുടുംബത്തിലോ മൂപ്പരെ പറ്റി ചോദിച്ച ഒരാൾ പോലും മോശം പറയൂല, എല്ലാവർക്കും കൊടുക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമാണ്. ഒരു കല്യാണോ അല്ലാത്ത എന്തെങ്കിലും പരിപാടികളോ ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഓടി നടക്കും. എൻ്റെ കൂട്ടുകാരികളും കുടുംബത്തിലുള്ള പല പെണ്ണുങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്,
അങ്ങനത്തെ ഒരു പിയ്യാപ്പനെ കിട്ടിയത് എൻ്റെ ഭാഗ്യ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഭർത്താവിനെ പറ്റി എനിക്കുള്ള സങ്കടം, അദ്ദേഹം പലപ്പോഴും ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വൃത്തികേട് കാണുന്നതും ഫോണിൽ അത് കൊണ്ടു നടക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അതിനേക്കാളേറെ ഇപ്പൊ എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തുന്നത് മറ്റേതൊക്കെയോ രാജ്യത്തുള്ള മറ്റേതൊക്കെയോ കുടുംബത്തിലുള്ള പെണ്ണുങ്ങളുമായിട്ട് ചാറ്റിങ്ങും തുടങ്ങിയിട്ടുണ്ട്. ആ പെണ്ണുങ്ങൾ അടുത്തേക്ക് എൻ്റെ ഭർത്താവ് പോകുന്നുണ്ട് എന്നെനിക്കില്ല, ഉറപ്പില്ല, അറിയൂല. എന്നാലും അദ്ദേഹത്തിൻ്റെ ചാറ്റിങ്ങുകളിൽ ചിലത് ഞാൻ കണ്ടു എന്നറിഞ്ഞപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കളവിന്മേൽ കളവ് പറഞ്ഞ് എൻ്റെ മുൻപിൽ വേഷം കെട്ടുന്ന അയാളെ കാണുമ്പോൾ ഈ മനുഷ്യനെയാണല്ലോ റബ്ബെ പെറ്റുമ്മ പോലും ഈ മകന് വേണ്ടിയാണല്ലോ പ്രാർത്ഥിക്കുന്നത്, നാട്ടുകാരൊക്കെ ഈ മനുഷ്യനെ പറ്റിയാണല്ലോ നല്ലത് പറയുന്നത് എന്ന് ചിന്തിക്കുമ്പം എനിക്കെൻ്റെ നിസ്കാരത്തിൽ പോലും ഒരു സമാധാനം കിട്ടുന്നില്ല. പലപ്പോഴും ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ടാ അയാൾ ഇങ്ങനെ, ഞാനും ശരി അയാളെ മാതിരി ആവട്ടെ. എനിക്ക് പറ്റുന്നില്ല ഉസ്താദെ. ഞാൻ എൻ്റെ 3 മക്കളെയും കൂട്ടി ഇപ്പം പടച്ചോനെ സ്നേഹിച്ച് ജീവിക്കുക. എൻ്റെ മക്കളെ കൂടെ ജമാഅത്തായിട്ട് ഞാൻ നമസ്കരിക്കും. എൻ്റെ 2 മക്കളെ കൊണ്ട് ഞാൻ ഖുർആൻ ഓദിക്കും, ചെറിയ മോക്ക് ഓതിക്കൊടുക്കും. എൻ്റെ മക്കൾക്കൊരു നല്ല ഉമ്മയായി, എൻ്റെ മക്കൾക്ക് പടച്ച റബ്ബ് തന്ന അനുഗ്രഹീതമായൊരു മാതാവായി ഞാൻ അങ്ങനെ മക്കളെ മുൻപിൽ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ ആ മനുഷ്യനോടുള്ള വെറുപ്പ് നാളെ പരലോകത്ത് അയാളുടെ മുൻപിൽ, പടച്ചോന്റെ മുൻപിൽ എൻ്റെ ഭർത്താവിനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാനൊരു കാരണമാകുമോ എന്നെനിക്ക് പേടിയുള്ളതുകൊണ്ട് നിങ്ങളോടൊന്ന് ചോദിക്കാൻ വന്നതാണ്. ഇതൊരു കുടുംബത്തിൻ്റെ അവസ്ഥയല്ല, പല കുടുംബത്തിലും ഇന്ന് ഈ അവിവേകങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ പെൺകുട്ടി സമാധാനത്തോടെ തിരിച്ചു പറഞ്ഞൊരു മറുപടി, എന്തൊക്കെ പരീക്ഷണങ്ങളുണ്ടെങ്കിലും എനിക്കെൻ്റെ മക്കളെ സ്വർഗത്തിലെത്തിക്കണം എന്നൊരു പ്രാർത്ഥനയുള്ളൂ. അതിനെൻ്റെ മക്കൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലുള്ളൊരു തൂവാലയിൽ കയ്യിൻ്റെ വിരൽ നിറച്ച് മോതിരമുള്ളൊരു പെണ്ണ് കണ്ണുനീരും തുടച്ചിറങ്ങിപ്പോകുമ്പം, പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ പടച്ച റബ്ബ് നൽകുന്ന വിലമതിക്കാനാവാത്ത ഒരേ ഒരു അനുഗ്രഹമേ ഉള്ളൂ, അത് കുടുംബമാ. ആ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അപമാനമായി നാളെ പരലോകത്ത് പടച്ച റബ്ബ് നമ്മളെ കുടുംബത്തെ അവതരിപ്പിക്കും. ആ കുടുംബത്തെ അള്ളാഹുവിൻ്റെ അരികിലേക്ക് എത്തിക്കണമെങ്കിൽ ഇങ്ങനെ പലതും നമ്മളെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഏത് പരീക്ഷണത്തിൻ്റെ മുൻപിലും പതറിപ്പോകാതെ ഇതൊക്കെ റബ്ബന്റെ ഈമാനിനെ കരുത്തുറ്റതാക്കാൻ നൽകുന്നതാണെന്ന ചിന്തയോടുകൂടി എന്നിൽ അള്ളാഹു ഏൽപ്പിച്ച എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കൾക്കും നല്ലൊരു മാതാവായി പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ എനിക്ക് അഭിമാനത്തോടെ നിൽക്കണം എന്ന് ചിന്തിക്കുന്ന നമ്മുടെ ഉമ്മ ഖദീജ ബീവിയുടെ മനസ്സിൻ്റെ ചിന്തകളോടെയാവണം നമ്മൾ ഓരോരുത്തരും കുടുംബത്തെ സംവിധാനിക്കേണ്ടത്. ആലോചിച്ചു നോക്കൂ, ലോകത്തേറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടൊരു ഫാമിലിയായിരുന്നു അള്ളാന്റെ ഹബീബായ നബി തങ്ങളുടെ ഫാമിലി. 25-ാമത്തെ വയസ്സിൽ 40 വയസ്സുള്ള ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുമ്പോൾ 2 തവണ വിധവയാകേണ്ടി വന്നവരാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ. 25 വയസ്സ് മാത്രം പ്രായമുള്ള അള്ളാഹുവിന്റെ ഹബീബാവട്ടെ, ജനിക്കുന്നതിന്റെ മുൻപേ വാപ്പയും ജനിച്ചതിന് ശേഷം ഉമ്മയും, പിന്നീട് പട്ടിണിയും പരിവട്ടങ്ങളുമായി ജീവിക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 25-ാമത്തെ വയസ്സിൽ 40 വയസ്സുള്ള ഖദീജ ബീവിയെ വിവാഹം കഴിക്കുകയും പിന്നീട് 25 കൊല്ലം അവര് ദാമ്പത്യം ജീവിച്ചു തീർക്കുകയും ചെയ്തപ്പോൾ ഈ 25 കൊല്ലത്തിൻ്റെ ഇടക്കൊരിക്കൽ പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജ ബീവി കുറ്റം പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയോട് പ്രായത്തിന്റെ ഏതെങ്കിലും അളവുകോൽ അനുസരിച്ച് സ്നേഹക്കുറവ് പ്രകടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാ ഇന്നും ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാവിട്ട് നിലവിളിച്ചൊരൊറ്റ സന്ദർഭമേയുള്ളൂ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുൻപിൽ വെച്ച് ഖദീജ ബീവിയുടെ ശ്വാസം നിലയ്ക്കുകയും അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പത്നി ഖദീജ ബീവി ഈ ലോകത്ത് നിന്ന് തിരിച്ച് അള്ളാന്റെ അരികിലേക്ക് മടങ്ങിപ്പോയപ്പോ ആ മയ്യത്ത് നോക്കി കരഞ്ഞ അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ പിന്നീട് മരിക്കുന്നവരെ കരഞ്ഞിട്ടില്ല എന്നാ.